ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരാബോളയെക്കുറിച്ചാണ്. എന്താണ് പരാബോള? എ പരാബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് in the plane. A parabola is the set of all points in a plane that are equidistant from a fixed line and a fixed point in the plane. ഇതാണ് ഒരു റഫ് ഫിഗർ എന്ന് പറയുന്നത് ഒരു പരാബോളയുടെ. അപ്പോൾ ഈ പരാബോള എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പരാബോള. ഈ പരാബോള എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ആണ്. ഓരോ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ഈ പോയിൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ആർ ഇക്വിഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് എ ഫിക്സഡ് ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ P(x, y) എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഇവിടെ എടുക്കുവാണെങ്കിൽ ഈ പോയിൻറ്റും നമ്മുടെ ഇതാണ് ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് ഫിക്സഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. A parabola is the set of all points in a plane that are equidistant from a fixed line and a fixed points in the plane എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഫിക്സഡ് ലൈനുമുണ്ട്, ഒരു ഫിക്സഡ് പോയിൻറ്റുമുണ്ട്. ഈ ഫിക്സഡ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ പരാബോളയിലെ ഒരു പോയിൻ്റാണ് P(x, y) എന്ന് പറയുന്നത്. ആ പോയിൻറ്റിൽ നിന്ന് ഈ ഫിക്സഡ് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും അതേ പോയിൻറ്റിൽ നിന്ന് ഡയറക്ട്രിക്സ്, അതായത് ഈ ഫിക്സഡ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടം പോയിൻറ്റ്സിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. ഇനിയും ദ ഫിക്സഡ് ലൈൻ ഈസ് കോൾഡ് ദി ഡയറക്ട്രിക്സ് ഓഫ് ദി പരാബോള ആൻഡ് ദി ഫിക്സഡ് പോയിന്റ് F ഈസ് കോൾഡ് ദി ഫോക്കസ്. അതായത് ഈ ഫിക്സഡ് ലൈനിനെ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ് ആൻഡ് ദ ഫിക്സഡ് പോയിന്റിനെ പറയുന്ന പേരാണ് ഫോക്കസ്. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്. ഈ ലൈനിനെ പറയുന്നതാണ് ഡയറക്ട്രിക്സ്. നമ്മൾ P(x, y) എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഈ പരാബോളയിൽ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇതൊരു പോയിൻ്റാണ്, പരാബോളയിലെ ഒരു പോയിൻ്റാണ് ഇത്. ഈ പോയിന്റിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പോയിൻറ്റ്സിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മളൊരു പരാബോള വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യങ്ങളുണ്ട്, ആക്സിസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ പരാബോള ഇപ്പം ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. നമ്മൾ ഈ പരാബോളയുടെ ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഫോക്കസ് ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ് ഫോക്കസ്. ഈ പരാബോളയും നമ്മുടെ ഈ ആക്സിസിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ആക്സിസും പരാബോളയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടെക്സ്. ഈ ലൈനാണ് ഡയറക്ട്രിക്സ്. എ ലൈൻ ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ട്രിക്സ് ഈസ് കോൾഡ് ദി ആക്സിസ് ഓഫ് ദി പരാബോള. ആക്സിസ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈൻ ഫോക്കസിലൂടെ കടന്നു പോകുന്നു, ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആക്സിസ് എന്ന് പറയുന്നത് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനായിരിക്കും. അത് നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം. ആക്സിസ് എന്ന് പറയുന്നത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു, ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിസ് ഓഫ് ദി പരാബോള എന്ന് പറയുന്നത്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പരാബോള വിത്ത് ദ ആക്സിസ് ഈസ് കോൾഡ് ദി വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പരാബോള വിത്ത് ദി ആക്സിസ്, നമ്മുടെ പരാബോളയുടെ ഒരു പോയിന്റ് നമ്മുടെ ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്: ഫോക്കസ്, വെർട്ടെക്സ്, ഡയറക്ട്രിക്സ് ആൻഡ് ആക്സിസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 4 ടൈപ്സ് ഓഫ് പരാബോള ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോളയാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള അത് 4 രീതിയിലുണ്ട്. അത് ഒന്നാമത്തേൻ്റെ ഫിഗറാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. അതായത് y² = 4ax എന്നുള്ള പരാബോള. y² = 4ax. അതിൻ്റെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a ആയിരിക്കും.
ഫോക്കസ് എന്ന് പറഞ്ഞാൽ A0 ആയിരിക്കും. ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. ഈ പരാബോള നമ്മുടെ എക്സ് ആക്സിസിലാണ്. ഫോക്കസ് എന്ന് പറയുന്നത് A0 ആണ്. വെർട്ടെക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. വെർട്ടെക്സ് എപ്പോഴും 0 ആണ്. 4 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ y² = 4ax എന്നുള്ള പരാബോള, അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് f(a0) ആയിരിക്കും. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. അതുകൊണ്ടാണ് A0 എന്ന് വന്നത്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് y² = 4ax എന്നാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. എപ്പോഴും ഞാൻ പറഞ്ഞു വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അതായത് ഇവിടെ എക്സ് പോസിറ്റീവ് ആണല്ലോ, ഇവിടെ എല്ലാ ടൈംസും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും ഈ പരാബോള. അതുകൊണ്ട് തന്നെ ഫോക്കസ് എന്ന് പറയുന്നത് A0 ആയിരിക്കും. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a ആയിരിക്കും, ഓർ x + a = 0 എന്നും പറയാം. ഇതിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് if the equation has a y² term, then the axis of symmetry is along x axis. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y² = 4ax എന്നാണ്. അപ്പോൾ ഇക്വേഷനകത്ത് y² ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. ആക്സിസ് ഓഫ് സിമെട്രി എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = 0 ആയിരിക്കും. y = 0 ആയിരിക്കും. നമുക്കറിയാം എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = 0 ആണ്. If the equation has a y² term, then the axis of symmetry is along the x axis. y² = 4ax ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. 4 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. വെർട്ടെക്സ് എന്ന് y² = 4ax എന്നുള്ള പരാബോള, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 ഫോക്കസ് A0, ഡയറക്ട്രിക്സ് x = -a, that is x + a = 0. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. ആക്സിസ് ഓഫ് സിമെട്രി എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് y² = -4ax ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് y² = 4ax ആണ്. ഇവിടെ ഒരു മൈനസും കൂടി വന്നു, y² = -4ax. അപ്പം അത് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുമ്പേ നമുക്ക് അതായത് റൈറ്റ് സൈഡിലോട്ടായിരുന്നു നമ്മുടെ പരാബോള. പോസിറ്റീവ് y² = 4ax ആകുമ്പോൾ പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും. ഇതിപ്പം നമ്മുടെ പരാബോള എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അതായത് കോഎഫിഷ്യൻ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആയപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും നമ്മുടെ പരാബോള. അപ്പോൾ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് -a0 ആയിരിക്കും. ഫോക്കസ് -a0, വെർട്ടെക്സ് 0 ഡയറക്ട്രിക്സ് പോസിറ്റീവ് ആവും, ദാറ്റ് ഈസ് x = +a. പക്ഷേ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് തന്നെ ആയിരിക്കും, ആക്സിസിന് മാറ്റമൊന്നുമില്ല. പരാബോള എന്ന് പറയുന്നത് y² = -4ax ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y² എന്നുള്ള ടേമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ -a0, ഡയറക്ട്രിക്സ് x = +a. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒന്നും കൂടി പറയുന്നു, y² = -4ax, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 ഫോക്കസ് -a0, ഡയറക്ട്രിക്സ് x = a അല്ലെങ്കിൽ x - a = 0. ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആയിരിക്കും. പരാബോള ഓപ്പൺസ് ടു ദി ലെഫ്റ്റ് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x ഈസ് നെഗറ്റീവ്. കോഎഫിഷ്യൻ്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ പരാബോള ഓപ്പൺസ് ടു ദി ലെഫ്റ്റ് ആയിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞു ഈ പരാബോള ഓപ്പൺസ് ടു ദി ലെഫ്റ്റ് ആയിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ
നമ്മുടെ പരാബോള ഓപ്പൺസ് ടു ദി റൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് പരാബോള എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലോട്ടായിരിക്കും. നമ്മുടെ പരാബോള വൈ ആക്സിസിലോട്ടായിരിക്കും, പോസിറ്റീവ് വൈ ആക്സിസിലോട്ടായിരിക്കും. 4ay ആക്സിസ് വൈ, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് 0a ആയിരിക്കും. വൈ ആക്സിസിൽ എപ്പോഴും എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് എക്സ് 0യും വൈ എയും. നമ്മുടെ പരാബോള വൈ ആക്സിസിലാണ്. വൈ ആക്സിസിൽ എക്സ് എപ്പോഴും 0 ആയിരിക്കും. സോ എഫ് ഇസ് ഈക്വൽ ടു 0a. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 0. നമുക്കറിയാം 0a ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു -a ആയിരിക്കും. വൈ ആക്സിസിലായതുകൊണ്ട് y ഇസ് ഈക്വൽ ടു -a. വെർട്ടെക്സ് 0 0, ഫോക്കസ് 0a. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് y ആയിരിക്കും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. വെർട്ടെക്സ് 0 0, ഫോക്കസ് f of 0a. ഡയറക്ട്രിക്സ് y is equal to -a. y plus a is equal to 0. If the equation has an x square term, then the axis of symmetry is along the y axis. ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സിസ് ഓഫ് പരാബോള എന്ന് പറയുന്നത് y ആയിരിക്കും. ഞാൻ പറഞ്ഞു y ആക്സിസിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പരാബോള ഓപ്പൺസ് അപ്വേർഡ് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് y ഈസ് പോസിറ്റീവ്. നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് y എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരാബോള ഓപ്പൺസ് അപ്വേർഡ് ആയിരിക്കും. ദ കോഎഫിഷ്യൻ്റ് ഓഫ് y പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പരാബോള എന്ന് പറയുന്നത് ഓപ്പൺസ് അപ്വേർഡ് ആയിരിക്കും. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പരാബോള എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? അപ്വേർഡിലോട്ടാണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay. മുമ്പേ അപ്വേർഡ് ആയിരുന്നു, ഇതിപ്പോൾ ഡൗൺവേർഡ് ആയിരിക്കും. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു a ആയിരിക്കും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ f ഇസ് ഈക്വൽ ടു 0a ആയിരിക്കും. എക്സ് സ്ക്വയറിലാണ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് y ആക്സിസിലായിരിക്കും. ഈ പരാബോള y ആക്സിസിലായിരിക്കും, ഡൗൺവേർഡ് ആയിരിക്കും. കാരണം വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0 -a. ഡയറക്ട്രിക്സ് y ഇസ് ഈക്വൽ ടു a. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. പരാബോള എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay. വെർട്ടെക്സ് 0 0, ഫോക്കസ് 0 -a. ഡയറക്ട്രിക്സ് y ഇസ് ഈക്വൽ ടു a അല്ലെങ്കിൽ y - a ഇസ് ഈക്വൽ ടു 0. ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആയിരിക്കും. നമുക്ക് ഇതുവരെ പറഞ്ഞതെല്ലാം ഒന്നും കൂടി പറഞ്ഞു നോക്കാം. അതായത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്നുള്ളൊരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. ഇത് ഏത് ആക്സിസിലാണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു തന്നെ വന്നതുകൊണ്ട് തന്നെ ഇത് എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിൽ 2 പരാബോളയുണ്ട്. റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതുമുണ്ട്, ലെഫ്റ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതുമുണ്ട്. ഇത് റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ എന്നറിയാൻ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടായിരിക്കും? റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 0 ആയിരിക്കും. റൈറ്റ് സൈഡിലോട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് A0 ആയിരിക്കും. കാരണം y ആക്സിസിൽ x എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ടാണ് 0 വന്നത്. A0 എന്ന് വന്നത്. y ആക്സിസിൽ എപ്പോഴും 0 ആയിരിക്കും. സോ ഫോക്കസ് എന്ന് പറയുന്നത് A0. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x ഇസ് ഈക്വൽ ടു -a ആയിരിക്കും. x ഇസ് ഈക്വൽ ടു -a. 4 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്നുള്ള പരാബോള ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് x ആക്സിസിലായിരിക്കും. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് A0 ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x ഇസ് ഈക്വൽ ടു -a ആണ്. നെക്സ്റ്റ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ax. മുമ്പേ പറഞ്ഞ സെയിം പരാബോളയാണ്. പക്ഷേ നോക്കുക, ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ലെഫ്റ്റിലോട്ടായിരിക്കും റൈറ്റിലോട്ടായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും.
-4ax ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് തന്നെ ആയിരിക്കും. ഇത് ഓപ്പൺസ് ടു ദി ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0, ഫോക്കസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ -a0 ആയിരിക്കും. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = a ആയിരിക്കും, അല്ലെങ്കിൽ x - a = 0. നെക്സ്റ്റ് x² = 4ay. അപ്പോൾ ഇത് ഏത് ആക്സിസിലായിരിക്കും? y ആക്സിസിലായിരിക്കും. വൈൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺസ് ടു ദി അപ്വേർഡ് ആയിരിക്കും. y ആക്സിസിലാകുമ്പോൾ നമുക്കറിയാം ഈ ആക്സിസിലാണല്ലോ, അപ്പോൾ അപ്വേർഡിലോട്ടായിരിക്കും. ഫോക്കസ് എന്ന് പറയുന്നത് 0a ആയിരിക്കും. കാരണം y ആക്സിസിൽ x എപ്പോഴും 0 ആണ്, അതുകൊണ്ടാണ് f(0a) എന്ന് വന്നത്. ഡയറക്ട്രിക്സ് y = -a അല്ലെങ്കിൽ y + a = 0. ഓപ്പൺസ് ടു ദി അപ്വേർഡ് ആയിരിക്കും. നെക്സ്റ്റ് x² = -4ay. ആക്സ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് y ആയിരിക്കും. ഇത് ഡൗൺവേർഡിലോട്ടായിരിക്കും. നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് y നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പരാബോള ഓപ്പൺസ് ഡൗൺവേർഡ് ആയിരിക്കും. ആക്സിസ് y ആക്സിസിലായിരിക്കും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0 - a ആയിരിക്കും. y ആക്സിസിലായതുകൊണ്ട് x 0 ആയിരിക്കും, അതുകൊണ്ട് 0 - a. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ y = a ആയിരിക്കും. ദാറ്റ് ഈസ് y - a = 0. നമുക്കിനി ഒരു ടേമും കൂടി പഠിക്കണം. ലാറ്റസ്റ്റ് റെക്ടം. Lattice rectum of a parabola is a line segment perpendicular to the axis of the parabola through the focus and whose end points lie on the parabola. Lattice rectum എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്, പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആയിരിക്കും. അതായത് ഇതാണ് നമ്മുടെ ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത്. ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് അതൊരു ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആയിരിക്കും. നമുക്കറിയാം ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് പരാബോളയുടെ. ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി പരാബോള ത്രൂ ഫോക്കസ്, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പരാബോളയിൽ തന്നെ ആയിരിക്കും. ഹൂസ് എൻഡ് പോയിൻറ്റ്സ് ലൈ ഓൺ ദി പരാബോള. അപ്പം ലാറ്റസ്റ്റ് റെക്ടം ഓഫ് എ പരാബോള എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും, അത് ഫോക്കസിലൂടെ കടന്നു പോകും. നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഫോക്കസിലൂടെ കടന്നു പോകും. ഈ ലാറ്റസ്റ്റ് റെക്ടത്തിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരാബോളയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് AB ആണ്. ലെങ്ത് ഓഫ് AB ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ലെങ്ത് ഓഫ് AB നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാകും. AF = FB ആയിരിക്കും. AF = FB ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഈ A എന്ന് പറയുന്നത് നമ്മുടെ പരാബോളയിലെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് Fലേക്കുള്ള ഡിസ്റ്റൻസും ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കളക്ഷനാണല്ലോ നമ്മൾ പരാബോള എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പരാബോളയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഈ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് AF = AC ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു AF = FB ആണ്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. സോ AC = AF ആയിരിക്കും. നമുക്കിനി അറിയാം AC = FM ആണ്. AC = FM ആണ്. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം AC = FM ആണ്. FM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2a ആണ്. FM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2a. കാരണം ഇവിടെ നിന്ന് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. അതായത് ഈ പരാബോളയിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. ഇവിടെ നിന്ന് ഇവിടെ ഒരു ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും A ആണ്. സോ A + A 2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ AC എന്ന് പറയുന്നതും FM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2a ആയിരിക്കും. AC 2a ആണെങ്കിൽ AFും എത്രയായിരിക്കും? FM 2a ആണ്. അങ്ങനെയാണെങ്കിൽ ACയും 2a ആണ്. ACയും AFും തുല്യമാണ്. സോ AC എന്ന് പറയുന്നത് 2a ആണെങ്കിൽ AF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2a ആയിരിക്കും. AF 2a ആണെങ്കിൽ FBയും 2a ആയിരിക്കും.
നമ്മുടെ ലാറ്റസ്റ്റ് റെക്ടം എ ബി എന്ന് പറയുന്നത് എ എഫ് പ്ലസ് എഫ് ബി ആണ്. എ എഫ് എന്ന് പറയുന്നത് 2A, എഫ് ബി എന്ന് പറയുന്നത് 2A. 2A പ്ലസ് 2A 4A. അപ്പോൾ ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് 4A ആയിരിക്കും. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് 4A ആയിരിക്കുമെന്ന് ഓർത്തിരുന്നാൽ മതി. 4 പരാബോളയുടെയും ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് 4A ആയിരിക്കും. നമുക്കറിയാം എ എഫ് ഇസ് ഈക്വൽ ടു എ സി ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എഫ് ഇസ് ഈക്വൽ ടു എ സി. നമുക്കറിയാം എ സി ഇസ് ഈക്വൽ ടു എഫ് എം ആണ്. എ സി ഇസ് ഈക്വൽ ടു എഫ് എം. എ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് എം എന്ന് പറയുന്നത് 2A ആണ്. അങ്ങനെയാണെങ്കിൽ എ സിയും എത്രയായിരിക്കും? 2A ആയിരിക്കും. എ സി 2A ആണെങ്കിൽ എ എഫും 2A ആയിരിക്കും. നമ്മുടെ എ ബി ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് എ ബി ആണ്. ദാറ്റ് ഈസ് എ എഫ് പ്ലസ് എഫ് ബി. എ എഫ് പ്ലസ് എഫ് ബി 2A പ്ലസ് 2A 4A. നമുക്കിനി പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് ആക്സിസ്, ദ ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ആൻഡ് ലാറ്റസ്റ്റ് റെക്ടം ഓഫ് ദി പരാബോളയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ആൻഡ് ലാറ്റസ്റ്റ് റെക്ടം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x എന്നുള്ള പരാബോളയാണ്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. നമുക്കിത് ഏത് പരാബോളയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് വന്നതുകൊണ്ട് തന്നെ ഇത് ഏത് ആക്സിസിലായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. എക്സ് ആക്സിസിൽ 2 പരാബോളയുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നതും ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നതും. നമുക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരാബോള എന്ന് പറയുന്നത് റൈറ്റിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റഫ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാബോള റൈറ്റിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? A0 ആയിരിക്കും. നമുക്കറിയാം ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു -A ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇത് ഏത് പരാബോളയാണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AX എന്നുള്ള പരാബോളയാണ്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AX. നമുക്ക് കമ്പയർ ചെയ്താൽ 4A ഇസ് ഈക്വൽ ടു 8, A ഇസ് ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. A2 കിട്ടും. ഫോക്കസ് എന്ന് പറയുന്നത് A0 2 0. ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു -A, എക്സ് ഇസ് ഈക്വൽ ടു -2. അല്ലെങ്കിൽ നമുക്കിതിനെ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്നും എഴുതാം. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത് 4A ആണ്. 4 × 2 8. Find the equation of the parabola with focus 2 0 and directrix x is equal to -2. Focus 2 0 ആണ്. Directrix x is equal to -2. Equation ആണ് കണ്ടുപിടിക്കേണ്ടത്. Focus 2 0. Directrix x is equal to -2. Focus 2 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 0 ആണ്. വൈ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് ആക്സിസിലായിരിക്കും? ഈ പരാബോള എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും. ദാറ്റ് ഈസ് എക്സ് ആക്സിസിലാണെന്ന് നമുക്കറിയാം. അതുപോലെ ഡയറക്ട്രിക്സ് മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പരാബോള എന്ന് പറയുന്നത് റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AX ആയിരിക്കും. നമുക്കിത് കാണുമ്പം 2 0 ആണ്. y 0 ആണ്. y 0 ആകുമ്പോൾ ഇത് ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു -2 ആയതുകൊണ്ടാണ് ഇത് റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആയിരുന്നെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ടായേനെ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ റൈറ്റിലോട്ട് ആയതുകൊണ്ട് തന്നെ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AX ആണ്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 × A എന്ന് പറഞ്ഞാൽ 2, 2 × x 8x. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x എന്നുള്ളതാണ് ഇക്വേഷൻ. What is the equation of the parabola with vertex at 0 0 and focus at 0 2? Vertex 0 0 തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് 0 2 ആണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ x ആണ് 0. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏത് ആക്സിസിലായിരിക്കും? y ആക്സിസിലായിരിക്കും. y ആക്സിസിലായിരിക്കും. y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ y എന്നാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4A/. y ആക്സിസിലാണ്. y ആക്സിസിലാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ടേമിലായിരിക്കും. അത് ഓർത്തോണം. ഇത് കാണുമ്പോൾ മനസ്സിലാക്കാം. നമുക്കിത് എക്സ് 0 ആയതുകൊണ്ട് y ആക്സിസിലാണെന്ന് മനസ്സിലാക്കാം. y ആക്സിസിലാണെങ്കിൽ അതിൻ്റെ ടേം ഇക്വേഷൻ ടേം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AY ആയിരിക്കും. കാരണം ഫോക്കസ് എന്ന് പറയുന്നത് 0 2 ആണ്. 0 -2 വരുമ്പോഴാണ് എന്ത് വരുന്നത്? -4AY വരുന്നത്.
4 into 2 into y, 8y. Find the equation of the parabola which is symmetric about the y-axis and passes through the point 2 minus 3. Y-axis ആണ് ഇതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത്, passes through the point 2 minus 3 ആണ്. Y-axis ആണെന്ന് തന്നിട്ടുണ്ട്, passing through the point 2 minus 3. Y-axis രണ്ട് ഇക്വേഷൻ ഉണ്ട്, x square is equal to 4ay, x square is equal to minus 4ay. നമുക്കറിയണം ഇത് രണ്ടിൽ ഏത് ഇക്വേഷൻ ആണെന്ന്. അതിനാണ് ഇവർ ഈ പോയിന്റ് തന്നിരിക്കുന്നത്. നമ്മൾ നമ്പർ ലൈൻ വരച്ച് നോക്കിയിട്ട് ഈ പോയിന്റ് നോക്കുമ്പോൾ 2 minus 3 എന്ന് പറയുന്ന പോയിന്റ് 4th ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാബോള ഇങ്ങോട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x square is equal to minus 4ay ആണ്. എക്സിൻ്റെ വാല്യൂ അറിയാം 2 square is equal to minus 4 into a into y എന്ന് പറഞ്ഞാൽ minus 3. 4 is equal to 12a. a കണ്ടുപിടിക്കാം. a is equal to 4 by 12 is equal to 1 by 3. x square is equal to minus 4ay minus 4 into 1 by 3 into y. x square is equal to minus 4y by 3. ക്രോസ് ചെയ്യുന്നു. 3x square is equal to minus 4y. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ പാർട്ട് 1 രണ്ട് പ്രോബ്ലങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വാട്ട് ഈസ് ദി സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ x square plus y square minus 8x plus 10y minus 12 is equal to 0. സെൻറ്ററും റേഡിയസുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. കമ്പയർ ചെയ്യുമ്പോൾ 2g is equal to minus 8 എന്ന് കിട്ടും. g is equal to minus 8 by 2 minus 4 എന്ന് കിട്ടും. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 2f is equal to 10 എന്ന് കിട്ടും. f is equal to 10 by 2 is equal to 5 എന്ന് കിട്ടും. നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് minus g minus f ആണ്. ദാറ്റ് ഈസ് minus of minus 4 equal to minus 5. ദാറ്റ് ഈസ് 4 minus 5 എന്ന് കിട്ടും. റേഡിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ മൈനസ് സി. റൂട്ട് ഓഫ് ഐ സ്ക്വയർ പ്ലസ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ മൈനസ് സി എന്ന് പറഞ്ഞാൽ minus 12 ആണ്. റൂട്ട് ഓഫ് 25 പ്ലസ് 16 പ്ലസ് 12 root 25 plus 28 root 53. റേഡിയസ് എന്ന് പറയുന്നത് root 53 ആയിരിക്കും. What is the center and radius of the circle x square plus y square minus 4x plus 14y plus 44 equal to 0. x square plus y square plus 2gx plus 2fy minus c is equal to 0 എന്നാണ് ജനറൽ ഇക്വേഷൻ. 2g is equal to minus 4. g is equal to minus 4 by 2 minus 2. 2f is equal to 14, f is equal to 14 by 2 equal to 7. സെൻറ്റർ എന്ന് പറഞ്ഞാൽ minus g minus f ആണ്. minus of minus 2 minus 7. 2 minus 7 എന്ന് കിട്ടും. റേഡിയസ് എന്ന് പറഞ്ഞാൽ root of f square plus g square minus c. That is root of minus 7 the whole square plus 2 square minus 44. Root 49 plus 4 plus 44. ഇവിടെ മൈനസ് ആണ്. റൂട്ട് 49 പ്ലസ് 4 മൈനസ് 44. അപ്പോൾ നമുക്ക് റൂട്ട് 9 എന്ന് കിട്ടും. ഈക്വൽ ടു 3 എന്ന് കിട്ടും. റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.